ഗോഡ്സെ പ്രകീർത്തിച്ച് കമന്റിട്ട് വിവാദത്തിലായ NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം. ഏപ്രിൽ 7 മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് സ്ഥാനക്കയറ്റം. കുന്നമംഗലം പോലീസ് എടുത്ത കേസിൽ ജാമ്യത്തിലാണ് ഷൈജ. അഖില CP വിശദാംശങ്ങളുമായി ചേരുന്നു. അഖില, ഗുഡ് മോർണിംഗ്. ഗോഡ്സെയെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ടതിന് ജാമ്യത്തിലിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശദാംശങ്ങൾ എന്താണ് അഖില? മോത്തി 2024 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിനാണ് ഈ ഷൈജ ആണ്ടവൻ വിവാദമായ ഒരു കമന്റ് ഇടുന്നത്. അതായത് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ. അതായത് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നുള്ളൊരു കമന്റ് ആയിരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അതായത് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജും ഈ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ അടിയിലായിരുന്നു ഷൈജ ആണ്ടവൻ, NIT പ്രൊഫസറായിട്ടുള്ള ഷൈജ ആണ്ടവന്റെ ഈ വിവാദമായ കമന്റ്. അപ്പോൾ ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അവർക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ അരങ്ങേറി. അപ്പോൾ ആ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ട് കുന്നമംഗലം പോലീസിൽ അവർക്കെതിരെ കേസുണ്ട്. ഇപ്പോൾ നിലവിൽ ജാമ്യത്തിലാണ്. ആ ഷൈജ ആണ്ടവനാണ് ഇപ്പോൾ ഡീൻ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 7 മുതലാണ് അവർ ആ ഡീൻ പദവിയിൽ ജോലിയിൽ തുടരേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നിലവിലൊരു വകുപ്പ് മേധാവി പോലും ആയിട്ടില്ലാത്ത ഷൈജ ആണ്ടവന് ഇത്തരത്തിൽ ഈ ഡീനായി ചുമതലക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ്? മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ നിയമനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാന ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വകുപ്പിന്റെ ഡീനായിട്ടാണ് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രിയ ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒഴിഞ്ഞതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ വകുപ്പ് മേധാവിയായിട്ട് ഈ പറയുന്ന ഷൈജ ആണ്ടവിന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കും. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഈ പറയുന്നത് പോലെ നിരവധി പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു ഹിന്ദുത്വ ചായ്വുള്ള ഒരു പ്രൊഫസർക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വന്നിരുന്നു. അപ്പോൾ നിലവിൽ കേസിൽ ജാമ്യത്തിലാണ് ഷൈജ ആണ്ടവൻ. ഇപ്പോൾ എല്ലാ നിയമനങ്ങളും പാലിച്ചുകൊണ്ടാണോ ഷൈജ ആണ്ടവന്റെ ഉത്തരവ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അഖില.